ഞാൻ കണ്ടില്ലായിരുന്നെങ്കിൽ കിട്ടും. ഇപ്പോൾ ഇവിടെ കാണില്ല. 2 ദിവസത്തേക്ക് മുമ്പ് ഇവന് വയ്യാതെ അപ്പുറത്ത് അയ്യത്ത് കിടക്കുമായിരുന്നു. അന്നേരം വീഡിയോ ഇടായിരുന്നത്. നമ്മുടെ അപ്പുറത്ത് നമുക്ക് വളരെയേറെ വേണ്ടപ്പെട്ട ഒരാൾ മരിച്ച്, അതുകൊണ്ടാണ് വീഡിയോ ഇടായിരുന്നത്. ആ വീഡിയോ ആണ് ഞാനിപ്പോൾ ഇട്ടത്. കുറേ നേരം കൊണ്ട് ഞാൻ കിട്ടുവെന്ന് വിളിക്കും. എവിടെയോ കരയുന്ന ശബ്ദം കേൾക്കുന്നുണ്ട്. ആളിനെ കാണുന്നില്ല. ഞാനിവിടെ കടന്ന് വിളിക്കുക കിട്ടും. അപ്പം കിട്ടുമെന്ന് വിളിക്കുന്നുണ്ടില്ല. അവൻ്റെ കരച്ചിലും കേൾക്കുന്നുണ്ട്. ഞാനിപ്പോൾ ടെറസിനെ വേണം എനിക്ക് ഇവിടെ വന്ന് നോക്കി ഇവിടെ കാണാൻ കിടക്കുമെന്ന് നോക്കാൻ വന്നതാണ്. അപ്പം അവിടെ കിടപ്പുണ്ട്, ഞാൻ കാണിക്കാം. എൻ്റെ കുഞ്ഞിന് എന്താണെന്ന്, അവന് കാല് വയ്യാത്ത തന്നെ, അവന് നടക്കാൻ വയ്യാതെ എന്തോന്ന് അറിയില്ല. ഞാൻ കിട്ടുമോനെ പൊന്നെ വാ, നീ എൻ്റെ മോനെന്താ ബാ. അപ്പുറത്തൊരു കുറേ നേരം കൊണ്ട് ഇവനെ തീറ്റ കൊടുക്കാനായിട്ട് വിളിക്കുവോ. കിട്ടൂനേ നടക്കാൻ വയ്യ, അവനവിടെ കിടക്കുക. ഞാനിവിടെ കിടന്ന് വിളിച്ചിട്ട് അത് അവിടെ കിടന്ന് കരയുക. ഞാൻ പോയി എടുത്തോണ്ട് വരാൻ പോവാം മക്കളെ. ഇവിടെ കൊണ്ടിട്ട് അവനെന്തെങ്കിലും ഭക്ഷണം കൊടുക്കാം. മീനില്ല, മീനിനകത്ത് വെച്ച് അവന് മരുന്ന് കൊടുക്കാം. അവൻ വൈകിട്ട് ഇച്ചിരി കറി വെച്ച മീനിരിപ്പുണ്ട്, അതിനകത്ത് മരുന്ന് വെക്കാൻ പറ്റത്തില്ല. എന്തെങ്കിലും കൊണ്ടുവന്ന് അവന് ഫുഡൊക്കെ കൊടുക്കാം. അപ്പുറത്തൂടെ പോയി ഞാൻ എടുത്തോണ്ട് വരട്ടെ. പാറു ഇവിടെ കിടന്ന് വിളിക്കുന്നുണ്ട്, ആളടുത്തോട്ട് വരാൻ ശ്രമിക്കുന്നുണ്ട്. പിന്നെ ഞാൻ അവിടെ ചെന്ന് അപ്പോഴത്തേന് ടിൻറ്റുമോൻ അത് കണ്ടോണ്ടും കേട്ടോണ്ടിരിക്കും. അവനെ കാത്ത് 2 ദിവസം കൊണ്ട് കാണാത്തോണ്ട് അവനും വിഷമത്തിലാണ്, ടിൻറ്റുമോനും വിഷമത്തിലാണ് കിട്ടുവിനെ കാണാത്തോണ്ട്. അപ്പോൾ ഞാനങ്ങ് ചെന്ന് അപ്പോഴത്തേന് കുറച്ച് നമ്മുടെ മതിലിനോട് അടുത്ത് വന്നു കേട്ടോ. പിന്നെ നമ്മളെ പരിചയമില്ലാത്ത, നമ്മൾ വളർത്താത്തതായോണ്ടെങ്കിലും അവന് സ്നേഹം. അവന് ഞാൻ ഗ്ലൗസും ഒക്കെ ഇട്ട്, കാരണം എനിക്ക് പേടി കയ്യാലങ്ങനെ അള്ളിയാലോ എന്നോർത്ത്. നമ്മൾ വളർത്തുന്നതല്ലല്ലോ, പക്ഷെ ഫുഡ് കഴിക്കാനായിട്ട് വന്ന് പിന്നെ നമ്മളങ്ങ് സ്നേഹിച്ചല്ലേ. ഇച്ചിരി ഇങ്ങനെ അടുത്തോട്ട് വന്ന് കേട്ടോ, നമ്മുടെ മതിലിൻ്റെ അടുത്ത്. തുണി ഇട്ട് ഞാൻ എടുത്ത്, എനിക്ക് പേടിയുണ്ട്. നമ്മള് ആലോചിച്ച് വളർത്തുന്നതാണ്, അല്ലായിരുന്നല്ലോ. അല്ലെങ്കിൽ പട്ടിണി അവിടെ കിടന്ന് കണ്ടില്ലേ വന്നപ്പോഴേ ടിൻറ്റുമോന്റെ ആ സന്തോഷം മാപ്പിച്ചൊക്കെ നോക്കും. പിന്നെ ഞാനവിടെ ചവിട്ടി ഇട്ട് കൊടുത്തായിരുന്നു അവിടെ കിടക്കാനായിട്ട് അവനെ. പിന്നെ ഞാൻ എല്ലാവർക്കും നമ്മൾ മുട്ട എടുത്തപ്പോ അവർക്കും കൊടുക്കുമല്ലോ, അപ്പൊ അതിലൊരു ഭാഗം ഇവനും എടുത്ത് വെച്ചിരുന്നു. പിന്നെ ടെസമോളുടെ ക്യാറ്റ് ഫുഡും കൊടുത്ത്. പിന്നെ അന്ന് വൈകിട്ട് പിന്നെ മീൻ മരിപ്പുള്ളതുകൊണ്ട് നമ്മൾ ഒന്നും വെച്ചില്ല. പിന്നെ വൈകിട്ട് ഇവർക്ക് വേണമല്ലോ മീൻ. അങ്ങനെ മീൻ മേടിച്ചോണ്ട് വന്ന് ഇവന് മരുന്നും കൊടുത്ത്, ടെസമോൾക്കും ടിൻറ്റുമോനും എല്ലാം മീനും കൊടുത്ത്. ഇപ്പൊ സുഖമായിട്ട് ഇവിടെ ഇരിക്കുന്ന ആള്.